പ്രിയമുള്ളവരെ, നാം ഇന്നോർക്കുന്നത് തൻ്റെ ജീവിതം മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ കുറിച്ചാണ്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് മരിയൻ ഭക്തിയുടെയും കർമ്മലീത്ത സഭയുടെയും വളർച്ചയിൽ വിപ്ലവകരമായ മാറ്റം കുറിച്ച മഹാനായ സന്യാസിയാണ് വിശുദ്ധ സൈമൺ സ്റ്റോക്ക്. കത്തോലിക്ക വിശ്വാസികൾ തങ്ങളുടെ ആത്മീയ സംരക്ഷണത്തിനായി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന തവിട്ട് നിറത്തിലുള്ള ഉത്തരീയം ലോകത്തിന് ലഭിക്കുന്നത് ഇദ്ദേഹത്തിലൂടെയാണ്. സഭയെ തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ഈ വിശുദ്ധൻ്റെ ജീവിതം പ്രാർത്ഥനയുടെയും ദൈവമാതാവിനോടുള്ള അചഞ്ചലമായ സമർപ്പണത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ്. 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഏകദേശം 1165 ഇംഗ്ലണ്ടിലെ കെന്റ് എന്ന പ്രവിശ്യയിലെ ഒരു പ്രഭു കുടുംബത്തിലാണ് സൈമൺ ജനിച്ചത്. സമ്പത്തും ആഡംബരവുമുള്ള ചുറ്റുപാടിലായിരുന്നു ജനനമെങ്കിലും ലൗകിക സുഖങ്ങളൊന്നും അദ്ദേഹത്തെ ആകർഷിച്ചില്ല. ചെറുപ്പം മുതലേ ഏകാന്തതയും പ്രാർത്ഥനയും ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം ദൈവചിന്തകളിൽ മാത്രമാണ് സന്തോഷം കണ്ടെത്തിയത്. തൻ്റെ 12-ാമത്തെ വയസ്സിൽ ലൗകിക ജീവിതം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് സൈമൺ കാട്ടിലേക്ക് പോയി. അവിടെ ഒരു വലിയ ഓക്ക് മരത്തിൻ്റെ പൊത്തിനുള്ളിലാണ് അദ്ദേഹം താമസം ഉറപ്പിച്ചത്. വർഷങ്ങളോളം ആ മരപ്പൊത്തിലിരുന്ന അദ്ദേഹം കഠിനമായ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിച്ചുകൂട്ടി. മരപ്പൊത്തിൽ ജീവിച്ച ഈ തപസ്വിയെ ആളുകൾ സൈമൺ സ്റ്റോക്ക് എന്ന് വിളിക്കാൻ തുടങ്ങി. വിശുദ്ധ നാട്ടിൽ നിന്നും കുരിശുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ കർമ്മലീത്ത സന്യാസിമാരെക്കുറിച്ച് സൈമൺ അറിയാനിടയായി. പ്രാർത്ഥനയ്ക്കും ഏകാന്തതയ്ക്കും പ്രാധാന്യം നൽകുന്ന അവരുടെ ജീവിതശൈലി അദ്ദേഹത്തെ ആകർഷിച്ചു. അങ്ങനെ അദ്ദേഹം തൻ്റെ മരപ്പൊത്തിലെ ജീവിതം അവസാനിപ്പിച്ച് കർമ്മലീത്ത സഭയിൽ ചേരുകയും പിന്നീട് വൈദികനായി പട്ടം സ്വീകരിക്കുകയും ചെയ്തു. സഭയിലെ പഠനത്തിനു ശേഷം അദ്ദേഹം പ്രശസ്തമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടി. അദ്ദേഹത്തിൻ്റെ അഗാധമായ ജ്ഞാനവും ആത്മീയതയും സഭയിലെ മറ്റംഗങ്ങൾക്ക് വലിയ പ്രചോദനമായി. സഭയുടെ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നതിലും സഹസന്യാസിമാരെ ആത്മീയമായി നയിക്കുന്നതിലും അദ്ദേഹം സദാ തൽപരനായിരുന്നു. 1245 ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന കർമ്മലീത്ത സഭയുടെ പൊതുസമ്മേളനത്തിൽ സൈമൺ സ്റ്റോക്കിനെ സഭയുടെ ആഗോള തലവനായി തിരഞ്ഞെടുത്തു. സഭ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ഈ കഠിനമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. യൂറോപ്പിൽ അക്കാലത്ത് കർമ്മലീത്ത സഭയ്ക്ക് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. രൂപതാ മെത്രാന്മാരിൽ നിന്നും മറ്റു സന്യാസ സമൂഹങ്ങളിൽ നിന്നും ഈ പുതിയ സഭയ്ക്ക് അംഗീകാരം ലഭിക്കാൻ പ്രയാസമായിരുന്നു. പലരും സഭയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. സഭ വംശനാശത്തിൻ്റെ വക്കിലെത്തിയ ആ നാളുകളിൽ സൈമൺ സ്റ്റോക്ക് ദൈവമാതാവിൻ്റെ സഹായം തേടി നിരന്തരം കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. 1251 ജൂലൈ 16 കേംബ്രിഡ്ജിലെ ആശ്രമത്തിൽ വെച്ച് സൈമൺ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ കന്യകാമറിയം മാലാഖമാരോടൊപ്പം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. അമ്മ തൻ്റെ കൈകളിൽ തവിട്ട് നിറത്തിലുള്ള ഒരു ഉത്തരീയം പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് സൈമണിന് നൽകിക്കൊണ്ട് അമ്മ സഭയ്ക്കുള്ള സംരക്ഷണത്തിൻ്റെ വാഗ്ദാനം നൽകി. ഉത്തരീയം നൽകിക്കൊണ്ട് മാതാവ് ഇപ്രകാരം അരുൾ ചെയ്തു: എൻ്റെ പ്രിയപുത്ര, നിന്റെ സഭയ്ക്കായുള്ള പ്രത്യേക അടയാളമായി ഈ ഉത്തരീയം സ്വീകരിക്കുക. ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരുവനും നിത്യനരകാഗ്നിക്ക് ഇരയാവുകയില്ല. ഇത് രക്ഷയുടെ അടയാളവും അപകടങ്ങളിൽ നിന്നുള്ള കവചവും സമാധാനത്തിൻ്റെ വാഗ്ദാനവുമായിരിക്കും. ഈ ദർശനത്തോടെ സഭയുടെ പ്രതിസന്ധികളെല്ലാം നീങ്ങി. ആദ്യം സന്യാസിമാർക്ക് മാത്രമായി നൽകപ്പെട്ട ഉത്തരീയം പിന്നീട് സാധാരണക്കാരായ വിശ്വാസികൾക്കും ധരിക്കാൻ തക്കവണ്ണം ചെറിയ രൂപത്തിൽ സഭ ക്രമീകരിച്ചു. ഇന്ന് കത്തോലിക്ക സഭയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭക്തിയുടെ പ്രതീകമായി ഇത് മാറി. അമ്മയോടുള്ള സമർപ്പണത്തിൻ്റെ അടയാളമായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്നും ഇത് ധരിക്കുന്നു. തൻ്റെ 100-ാമത്തെ വയസ്സിൽ, അതായത് 1265 മെയ് 16 ഫ്രാൻസിലെ ബോർഡോ എന്ന സ്ഥലത്ത് വെച്ച് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ നടന്നു. തുടർന്ന് സഭ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണദിനമായ മെയ് 16 തിരുനാൾ ദിനമായി നിശ്ചയിക്കുകയും ചെയ്തു.
വിശുദ്ധ സൈമൺ സ്റ്റോക്കിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തിലും മാതാവിലും ആശ്രയിക്കാനാണ്.